ഹലോ, ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചീസി കോണിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് സ്വീറ്റ് കോൺ വേവിച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം. വെള്ളം ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കാം. ഞാനിതിപ്പോൾ ഇങ്ങനെ ഫ്രോസൺ ആയിട്ടുള്ള സ്വീറ്റ് കോൺ വാങ്ങിച്ചതാണ്. വെള്ളം ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനൊരു 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴത്തേക്കിന് നമ്മുടെ സ്വീറ്റ് കോൺ കുക്കായിട്ട് വരും. ഇപ്പോൾ ഇതാ നമ്മുടെ സ്വീറ്റ് കോൺ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ വെള്ളത്തിൽ നിന്നും വാർത്ത് മാറ്റി വെക്കണം. ഇനി വേറൊരു പാൻ എടുത്ത് ചൂടാക്കുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സ്വീറ്റ് കോണും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 2-3 ടേബിൾ സ്പൂണോളം മയോണൈസും കൂടെ ചേർത്ത് കൊടുക്കുക. ശേഷം ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇതെല്ലാം ചെയ്യുമ്പോൾ തീ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചാറ്റ് മസാലയും അതുപോലെ കുറച്ച് ഓർഗാനോയും കൂടെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇത് രണ്ടും നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. എന്നിട്ട് വീണ്ടും ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചീസും അതുപോലെ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ചീസ് ഞാനിങ്ങനെ റൗണ്ടിൽ വാങ്ങിച്ച ചീസിനെ കട്ട് ചെയ്തെടുത്തതാണ്. അതുപോലെ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടെ, അതായത് ഉണക്കമുളക് ഒന്ന് ജസ്റ്റ് മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് നല്ല പോലെ മിക്സാക്കി കൊടുക്കുക. ചീസൊക്കെ ഒന്ന് മിക്സായി ഒന്ന് മെൽറ്റായി വരാൻ തുടങ്ങുമ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മുടെ പാത്രം തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാ കണ്ടോ, ചീസൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ചീസി കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.